സൈദുവാണ്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. പുതിയൊരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉള്ളത് വയനാട് വൈത്തിരിയിലാണ് കേട്ടോ. വൈത്തിരിയിൽ നിന്ന് നമ്മൾ ഓൾഡ് വൈത്തിരിയിൽ നിന്ന് 1 കിലോമീറ്റർ നമ്മളിങ്ങനെ ദൂരം വന്നു കഴിഞ്ഞാൽ കണ്ണാടിച്ചോല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പ്രീമിയം പ്രോപ്പർട്ടിയാണ് വൈന ഹില്ലോക്ക് റിസോർട്ട്. ഞാനിവിടെ 2ാം തവണയാണ് വരുന്നത്. 1 വർഷം മുൻപ് ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വൈനയിൽ സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബഡ്ജറ്റ് ട്രാവൽ ആൻഡ് ഫുഡ് ബൈ സൈദു. അപ്പോൾ വൈനയിൽ ഇപ്പം ഈ റീസെൻ്റ്ലി ഓപ്പൺ ആയിട്ടുള്ളൊരു ഗ്ലാസ് ബ്രിഡ്ജും അതുപോലെ തന്നെ 1-2 അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുക, ഒന്നും കൂടെ വൈനയെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുക, എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. മുൻപത്തെ വീഡിയോ കണ്ട് ഇവിടെ കുറേ ഫാമിലീസും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് നമ്മളെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്റ്റേ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവരാ വിളിച്ചറിയിച്ചിട്ടുള്ള എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ നല്ല അടിപൊളി ഒരു പ്രീമിയം പ്രോപ്പർട്ടി വയനാട്ടിൽ സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോപ്പർട്ടി പരിചയപ്പെടുത്തുന്നത്. 2 കാറ്റഗറിയിലായിട്ട് 20 റൂംസുകളുണ്ട്, 20 കോട്ടേജുകളുണ്ട്, ഒരു ഇൻഫിനിറ്റി പൂളുണ്ട്, മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്, ജിമ്മുണ്ട്, സ്പായുണ്ട്, കിഡ്സ് പ്ലേ ഏരിയ വരുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്വഞ്ചർ ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് വയനാട് വൈത്തിരിയിലെ വൈന ഹില്ലോക്ക്. ഈ വൈത്തിരിയിൽ ഒരുപാട് റിസോർട്ടുകളുണ്ട്. പക്ഷേ നമുക്ക് അതിൽ നിന്നും സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന നല്ലൊരു പ്രീമിയം പ്രോപ്പർട്ടിയാണ് വൈന ഹില്ലോക്ക്. ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഇനി വൈന ഹില്ലോക്കിനെ മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്, കം. ഇവിടെ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് എൻ്റർടൈൻമെൻ്റ് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് നമ്മൾ അന്ന് വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ്. ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് കണ്ടല്ലോ, ഒരു ഫോറസ്റ്റ് വ്യൂ ആണ്. ഫോറസ്റ്റിനോട് ചേർന്നിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ നമുക്ക് കാണാൻ പറ്റുക. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കും അതുപോലെ തന്നെ അഡൽസിനൊക്കെയുള്ള സൈക്ലിംഗ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പം ഏകദേശം കറക്റ്റ് ഷാർപ്പ് ടൈമിൽ തന്നെ റിസോർട്ടിലെത്തി. ഞങ്ങൾ 2 മണിക്ക് തന്നെ ഇവിടെ ചെക്ക് ഇൻ ചെയ്തതാണ്. ഞങ്ങൾ 2 പേരിൻ്റെ കൂടെ നമ്മളൊരു ഫ്രണ്ട്സും ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഷാലറ്റ് എന്ന് പറയുന്ന റൂമിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങൾ റൂമിലൊക്കെ ചെന്ന് ബാഗൊക്കെ വെച്ച് ഒന്ന് ഫ്രഷപ്പായി അങ്ങനെ നമ്മളിപ്പം വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി വൈന ഹില്ലോക്ക് നമുക്ക് മൊത്തത്തിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പരിചയപ്പെടുത്താം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ഇൻഫിനിറ്റി പൂളാണ്, ഒരു സ്വിമ്മിങ് പൂളാണ് കേട്ടോ. ഇതൊരു ഫാമിലിക്കും കുട്ടികൾക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ഏരിയ ഉണ്ട്. നല്ല വ്യൂ ആണ്. കോട്ടേജുകൾക്ക് നടുവിലായിട്ടാണ് ഇവരൊരു പൂള് വരുന്നത്. ഇവിടെ ആണെങ്കിൽ ഇവരുടെ മൾട്ടി കസിൻ റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പൂളിൻ്റെ ഒരു വ്യൂ വരുന്നത് കേട്ടോ. താഴെ കാണുന്നതൊക്കെ ഷാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരൊരു പ്രീമിയം കോട്ടേജുകളാണ്. പൂൾ അത്യാവശ്യം വലിയ പൂളാണ്. നല്ല സ്പീഷ്യസ് ആയിട്ട് തന്നെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഫോറസ്റ്റ് വ്യൂ ഒക്കെ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് പൂളിൽ നമുക്ക് ഫാമിലി മൊത്തം എൻജോയ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും പൂളിൽ ഇറങ്ങുന്നുണ്ട്. കുറച്ച് ടൈം ഒന്ന് കഴിഞ്ഞോട്ടെ, ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഇവിടെ ഒരു സിപ്പ് ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ സൈക്ലിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈവനിങ്ങിൽ പൂളിൽ ഇറങ്ങാം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഷെഡ്യൂൾ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് സിപ്പ് ലൈനിലോട്ട് പോകാം. ഭയ്യ, കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്ന സമയത്ത് അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ഇവിടെ ഗൈഡാണ് പുള്ളി അല്ലേ. അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന ഗൈഡാണ് പുള്ളിക്കാരൻ. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. എനിക്ക് ആ ഫേസ് കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ബെൽറ്റ്, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളിത് ബെൽറ്റ് ഇടുവാണ്. സിപ്പ് ലൈനിന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബെൽറ്റൊക്കെ ഇട്ടൊന്ന് മുറുക്കുക.
എനിക്ക് ഹിന്ദി അറിയില്ല, അപ്പം ഭയ്യ ഫുള്ള് ഹിന്ദി, മലയാളം കൊഞ്ചം തെറിയും എന്നാണ് പറഞ്ഞത്. മലയാളം മനസ്സിലാവും എന്നാണ് പറയുന്നത്. കുറച്ച് പറഞ്ഞാലും പ്രോബ്ലം ഇല്ല എന്നാണ് ഗായ്സ് പറയുന്നത്. മലയാളം പുള്ളിക്ക് കുറച്ചൊക്കെ അറിയും. ഓക്കെ, നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇനി ഹെൽമെറ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ സിപ്പ് ലൈനിൽ പോകാൻ വേണ്ടി നമ്മുടെ സേഫ്റ്റി ബെൽറ്റ് ഇട്ടു, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഞാൻ സിപ്പ് ലൈൻ പോകുന്നത് അടുത്ത് എന്താണ് കവർ ഹാൻഡ്. ഓക്കെ, ഇതൊക്കെ വേണം, മസ്റ്റാ. വാച്ച് ഇருக்கு, വാച്ച്. ഓക്കെ, ടാൻ 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 ടാൻ. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് ഗായ്സ്, ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്, സേഫ്റ്റി ബെൽറ്റ് ഉണ്ട്. ദെൻ ഭയ്യ ഇത് എന്നെ വെച്ചിട്ട് ആദ്യം പരീക്ഷണമൊന്നും അല്ലല്ലോ അല്ലേ? അല്ലേ, ഗസ്റ്റുകളൊക്കെ പോകാറുണ്ടല്ലോ അല്ലേ? ആ ആ, ഇവിടെ രണ്ട് കൈ. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ ഓൺലി ദിസ് ഓൺലി. ഓക്കെ, ആ എന്തില്ലാണ്ട്. ഓക്കെ, അപ്പോൾ റെഡി. ഓക്കെ ഗായ്സ്, അപ്പോൾ റെഡി, 1 2 3. ഇതിന് പിടിക്കല്ലേ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ ഓക്കെ ആ, ഗായ്സ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. വയനാട്ടിൽ ഒരുപാട് സിപ്പ് ലൈൻ ഉണ്ട് അല്ലേ. ഇപ്പോൾ നമ്മുടെ 900 കണ്ടിയിലൊക്കെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സിപ്പ് ലൈനൊക്കെ വയനാട്ടിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളൊരു റിസോർട്ടിൽ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഫാമിലീസൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക എന്താ, നമ്മൾ ഫാമിലീസ് ഹാപ്പി ആയിരിക്കണം, കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കണം എന്നല്ലേ. അപ്പോൾ ശരിക്കും പറയുന്നത് കുട്ടികൾക്ക് ഈ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവേ ഭയങ്കര ത്രില്ലിംഗ് ആണ്. അപ്പോൾ എന്തായാലും അവരൊരിക്കലും ബോറടിക്കില്ല. അവരെന്നല്ല, നിങ്ങൾ ഫാമിലീസ് ആയാലും നിങ്ങൾ ബോറടിക്കില്ല. അത്രത്തോളം ആക്ടിവിറ്റീസ് കൂടുതൽ ആയിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ടൈം തികയില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓരോ സെക്കൻഡും ഭയങ്കര വിലപ്പെട്ടതാണ് ഈ ഒരു റിസോർട്ടിൽ. കാരണം അത്രത്തോളം നമുക്കിവിടെ എൻജോയ് ചെയ്യാനായിട്ടുണ്ട്. പൂള് കൂടാണ്ട് തന്നെ കുട്ടികൾക്കുള്ള പ്ലേയിങ് ഏരിയ, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സിപ്പ് ലൈൻ ആയാലും സൈക്ലിംഗ് ആയാലും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു നൈസ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മളിനി അടുത്തായിട്ട് ഇവിടുത്തെ ഒരു സൈക്ലിംഗ് അല്ലേ, സൈക്ലിംഗ് ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ പുതുതായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഇനി സൈക്ലിംഗ് കൂടെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, റെഡി. ഇത് ഫ്രീ ആണ്, പാക്കേജ് ഇൻക്ലൂഡ് ആണ്. എക്സ്ട്രാ ഓൺലി ജിപ്പ് ലൈൻ, ജിപ്പ് സൈക്ലിംഗ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പാക്കേജിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ. ഈ ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ആണ്. ദെൻ സിപ്പ് ലൈൻ ആൻഡ് സൈക്ലിംഗ് അത് എക്സ്ട്രാ പെയ്ഡ് ആണ് വരിക. അതിൻ്റെ എമൗണ്ട് എത്ര വരിക എന്നുള്ളത് ഞാൻ വീഡിയോയിൽ എൻഡിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കുറച്ചൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഞങ്ങൾ അതിനെ റൂമിൽ എത്തിയിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ ഇന്ന് താമസിക്കുന്ന ഇവിടുത്തെ പ്രീമിയം ഷാലറ്റ് എന്ന് പറയുന്ന കാറ്റഗറി റൂംസ് ആണ് കേട്ടോ ഇത്. ഈ ഒരു റൂമിന്റെ പ്രത്യേകത, ഇവിടെ ഷാലറ്റ് റൂംസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. 20 റൂംസിനകത്ത് 6 റൂംസ് ലെനായി എന്ന് പറയുന്ന ബേസ് കാറ്റഗറി മോഡൽസും. പക്ഷെ എല്ലാ റൂംസിനും ബാൽക്കണി ഉണ്ട് കേട്ടോ. എല്ലാ റൂംസിനും ബാൽക്കണി അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു റൂംസിന്റെ പ്രത്യേകത, നമ്മളിതാ ഇവിടെ ഒരു ലിവിങ് സ്പേസ് വരുന്നുണ്ട് കണ്ടോ. ഒരു 4 പേർക്ക് ഇരിക്കാനുള്ള ലിവിങ് സ്പേസും അതും ഭയങ്കര സ്പീഷ്യസ് ആയിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബിഗ് സൈസ് TV സ്ക്രീനിലുണ്ട് കേട്ടോ, കണ്ടല്ലോ. ഞങ്ങൾ ഓൾറെഡി റൂമിൽ വന്ന് നമ്മൾ ലഗേജ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇവിടുത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയതാണ്. ഇവിടെ ഇതാണ് നമ്മുടെ ബെഡ്റൂം കണ്ടല്ലോ. ഇതാണ് ഈ ഒരു ഷാലറ്റ് ഈ ഒരു കാറ്റഗറി റൂംസിന്റെ പ്രത്യേകത. ഈ ഒരു കോട്ടേജ് ആണ്, സെപ്പറേറ്റ് ആയിട്ട് ഒരു ബെഡ്റൂമിന്റെ ഒരു കോട്ടേജസ് ആണ്. ഇതാണ് ബെഡ്റൂം വരുന്നത്. നല്ല അടിപൊളി ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു ബെഡ്റൂമാണ്. ഭയങ്കര സ്പീഷ്യസ് ആയിട്ടുള്ള റൂംസ് ആണ്. ഇവിടെ അലമാര സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ കുറച്ച് ആക്സസറീസ് ഒക്കെ ഇവിടെ ടേബിളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇവിടുത്തെ നമ്മുടെ ഒരു ബാൽക്കണി. ബാൽക്കണിത്തെ ലൈറ്റ് ഓൺ ആവുന്നില്ല. ബാൽക്കണി വ്യൂ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫോറസ്റ്റിന്റെ ഒരു വ്യൂ ആണ് കേട്ടോ, കണ്ടല്ലോ. ഈ ഒരു ഫോറസ്റ്റ് വ്യൂ ആണ് നമുക്ക് ബാൽക്കണിയിൽ നിന്ന് കാണാൻ പറ്റുക. ഇവിടെ ഇങ്ങനെ 2 ചെയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ഇങ്ങനെ റൂമിലോട്ട് പോവാം. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ബെഡ്റൂം. പിന്നെ ഇവിടുത്തെ എല്ലാ റൂംസും നല്ല സെപ്പറേറ്റ് കോട്ടേജസ് ആണ്. ലെനായി ഷാലറ്റ് 6000 മുതലാണ് ഇവിടുത്തെ ലെനായി എന്ന് പറയുന്ന കാറ്റഗറി റൂംസിന്റെ പ്രൈസ് വരുന്നത്. 6000 രൂപ. അത് 2 അഡൽട്ടും ബിലോ 5 ഇയേഴ്സ് ആയിട്ടുള്ള 2-3 കുട്ടികൾ. ഇങ്ങനെയാണ് ഈ റൂമിന്റെ പ്രൈസ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഫാമിലിയിൽ 5 വയസ്സിന് മുകളിലായിട്ട് വരുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് 1000 രൂപ എക്സ്ട്രാ ചാർജ് വരും കേട്ടോ. പിന്നെ ഇവർ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ഉണ്ട്. നമ്മൾ വരുന്ന സമയത്ത് നല്ലൊരു വെൽക്കം ഡ്രിങ്കും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രീമിയം ഷാലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന ഈ റൂംസിന്റെ റേറ്റ് വരുന്നത് 8000 ആണ് കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ ഒരു കപ്പിൾസ്, അതല്ലെങ്കിൽ ഒരു ഫാമിലി, 2 അഡൽട്ടും ബിലോ 5 ഇയേഴ്സ് ആയിട്ടുള്ള 2 ചിൽഡ്രൻസ്. എബോ 5 ഇയേഴ്സ് ആയിട്ട് വരുന്ന കുട്ടികൾക്ക് 1000 രൂപ ചാർജ് വരും. 12 വയസ്സിൽ മുകളിൽ വരുന്ന ആള് അഡൽട്ടിന്റെ കാറ്റഗറിയാണ് വരിക. അവർക്ക് 2000 രൂപയാണ് എക്സ്ട്രാ ചാർജ് വരിക വിത്ത് ബെഡ് അടക്കമാണെങ്കിൽ. ഇനിയിപ്പോൾ ബെഡ് വേണ്ട എങ്കിൽ 1500 രൂപ എക്സ്ട്രാ ചാർജ് വരും. അവർക്കും ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ അവിടുന്ന് ഈവനിങ്ങിൽ ടീ സ്നാക്സ് കഴിച്ചു. ഇവിടെ ഒരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നമ്മൾ ഡിന്നർ പറഞ്ഞു കഴിഞ്ഞാൽ ഡിന്നർ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഡിന്നറിൻ്റെ മെനു കാര്യങ്ങളൊക്കെ അവിടെ തന്നെ റെസ്റ്റോറൻറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വേണമെങ്കിൽ അവർ റൂമിലോട്ടും സെർവ് ചെയ്യും. പിന്നെ ബാത്റൂം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ഒരു ബാത്റൂം. ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന ഷാലറ്റ് എന്ന് പറയുന്ന ഈ കാറ്റ്. നല്ല വലിയ ബാത്റൂമാണ്. ഞങ്ങൾ ചെറുതായിട്ട് അലമ്പാക്കിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ തന്നെ ഉള്ളിലോട്ടൊരു ഗ്ലാസ് ഡോർ ഒക്കെ വെച്ചിട്ടുണ്ട്. ടവൽസും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഹീറ്റർ, ഹോട്ട് വാട്ടർ സൗകര്യം, വൈഫൈ സൗകര്യം ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഇവർ നൽകുന്ന കോംപ്ലിമെന്ററീസ് ആണ്, കണ്ടല്ലോ. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരികയാണ്. ഷാംപൂസ്, ലോഷൻ, ഡെന്റൽ കിറ്റ്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ടിഷ്യൂ സംഭവങ്ങൾ, അതുപോലെ തന്നെ ഷോർ ക്യാപ്പ് ഉണ്ട്, സോപ്സ് ഉണ്ട്, സാനിറ്ററി ബാഗ്സ് ഉണ്ട്, പിന്നെ മോയ്സ്ചറൈസർ ഉണ്ട്. അതുപോലെ റിസോർട്ടിൻ്റെ പ്രീമിയം ആയിട്ടുള്ള ഷാലറ്റ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി റൂംസ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല വലിയ സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി, ഒരു ലിവിങ് സ്പേസും ഒക്കെ ഉണ്ട് കേട്ടോ. ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു റൂംസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു റൂംസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളിവിടെ ഡിന്നറൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റെസ്റ്റോറൻറ്റിലെ മാനേജറാണ്, മിസ്റ്റർ അഖിൽ എന്നാണ് സാറിൻ്റെ പേര്. അപ്പോൾ സാർ എങ്ങനെ ഡിന്നറൊക്കെ നിങ്ങൾ ബൊഫെ കൊടുക്കാറുണ്ടോ അതോ ഇൻഡിവിജ്വൽ ആണോ കൊടുക്കുന്നത്? നമുക്ക് രണ്ടും ഉണ്ട്. നോർമലി വീക്കെൻഡ്സിൽ, അതായത് റൂംസ് എല്ലാം ഫുൾ ആണെങ്കിൽ നമുക്ക് ബൊഫെ പ്രൊവൈഡ് ചെയ്യും. അതെ, ഇല്ലെങ്കിൽ നമുക്ക് അല്ലാക്കാടാണ്. അപ്പോൾ നമുക്കിവിടെ എല്ലാ ടൈപ്പ് ഫുഡും അവൈലബിൾ ആണോ? അതെ, നമുക്ക് നോർത്ത്, ചൈനീസ് എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് എങ്ങനെ കൂടുതൽ ഗസ്റ്റുകളൊക്കെ മലയാളീസ് ആണോ അതോ നോർത്ത് ഇന്ത്യൻ ഗസ്റ്റ് ആണോ? നമുക്ക് 50-50 എന്ന് വേണേൽ പറയാം. കേരളത്തിൽ നിന്ന് പുറത്തുനിന്നാണ്
വരുന്നുണ്ട്. കാരണം ഇതൊരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ഫാമിലീസ് ആണ്. അതെ അതെ, ഫാമിലീസ്. അപ്പൊ നമ്മൾ ഇനിയിപ്പം ഗസ്റ്റിന് ഇപ്പം എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതെങ്ങനെ റെഡി ആക്കി കൊടുക്കും? ഓ തീർച്ചയായിട്ടും, നമുക്ക് മിനിമം 30 മിനിറ്റ്സ് ടൈം വേണം. ബാക്കിയെല്ലാം ഇവിടെ അവൈലബിൾ ആയിരിക്കും. അതെ അതെ അല്ലേ. ഫിഷ് ആയാലും ബീഫ് ആയാലും ചിക്കൻ ആയാലും. നമ്മൾ ബീഫ് നോർമലി അങ്ങനെ പ്രൊവൈഡ് ചെയ്യാറില്ല, എന്നാലും മീൻസ് ബാക്കിയെല്ലാ മീറ്റ്സും നമുക്ക് ഓൺ റിക്വസ്റ്റ് നമുക്ക് ചെയ്ത് കൊടുക്കും. ആ പറഞ്ഞു. നമ്മൾ സൂപ്പ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഡ്രാഗൺ ചിക്കൻ, അതുപോലെ തന്നെ ഫിഷ് തവയുണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, പിന്നെ കുറച്ച് സലാഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര ഹെവി ആയിട്ടുള്ള നല്ല ഡൈനിങ്ങും നല്ല ആംബിയൻസും ഉള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നമ്മളിവിടുത്തെ ഈവനിങ്ങിൽ ടീ അതുപോലെ തന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിരുന്നു. നല്ല ക്വാളിറ്റിയിലാണ് ഫുഡൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഇവർ കസ്റ്റമർ സർവീസ് എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് ആണ്. അടിപൊളി കസ്റ്റമർ സർവീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിന്നർ ഇവിടെ എത്തിയിട്ടുണ്ട്. ടേബിൾ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റവും സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഡിന്നർ കഴിച്ചിട്ട് ഫുഡ് എങ്ങനെയുണ്ട് എന്നുള്ള റിവ്യൂ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ രാത്രിയിൽ ഇപ്പോൾ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ക്യാമ്പ് ഫയർ മ്യൂസിക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. പിന്നെ ക്രിസ്മസ് ഒക്കെ അങ്ങനെ അടുക്കുമല്ലോ, അപ്പോൾ ക്രിസ്മസിൻ്റേതായിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ നമുക്ക് റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഡിന്നറൊക്കെ എത്തിയിട്ടുണ്ട്. 1-2 ഐറ്റംസും കൂടെ ഇങ്ങനെ വരാനുണ്ട്. അത് വന്നതിന് ശേഷം നമുക്ക് ഡിന്നർ കഴിക്കാം. അപ്പോൾ നമുക്ക് ഡിന്നർ കഴിച്ചിട്ട് റിവ്യൂ എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. സൂപ്പ് അടിപൊളിയാണ്. സ്വീറ്റ് കോൺ സൂപ്പാണ്, നമ്മൾ ചിക്കൻ സൂപ്പാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1/2 ആണ്, 2 പേർക്കുള്ള പോർഷനാണ്. അടിപൊളി. നമ്മളിനി നൂഡിൽസ് കഴിക്കുകയാണ്. ഞങ്ങൾ 2 പേരുണ്ട്. ഒരാൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയെന്ന തിരക്കിലാണ്. ഞാൻ നൂഡിൽസിൻ്റെ പകുതി ആൾക്ക് കൊടുക്കും, ഞാൻ പകുതി കഴിക്കും. അതേപോലെ തന്നെ ഫ്രൈഡ് റൈസും നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കും. അപ്പോൾ നൂഡിൽസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ ഒരു തവ ഫ്രൈ ആണ് കേട്ടോ. തവ ഫിഷാണ്. അപ്പോൾ നമ്മൾ ഡ്രാഗൺ ചിക്കൻ, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, തവ ഫ്രൈ ഉണ്ട്, ചിക്കൻ ഡ്രാഗൺ ഉണ്ട്, ഇത്ര ഐറ്റംസ് ഉണ്ട്. അപ്പം നമുക്കിതാ ഈ ഫിഷൊക്കെ ഒന്ന് എടുത്ത് കഴിക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കേട്ടോ. കുഴപ്പമില്ല. നൂഡിൽസൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഞങ്ങൾ പിന്നെ ഒരാൾക്കുള്ള ഒരു പോർഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡ്രാഗൺ ചിക്കൻ ആയാലും ഒരു ക്വാർട്ടറാണ്, നല്ല പോർഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ പറയേണ്ട ആവശ്യമില്ല, വയനയിൽ ഞാൻ സെക്കൻഡ് ടൈമാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ എനിക്ക് ഓൾമോസ്റ്റ് അറിയുന്നതാണ്. നല്ല ക്വാളിറ്റിയിലൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഫുഡൊക്കെ. ഞാനിപ്പോൾ കഴിച്ചത് നൂഡിൽസാണ് കേട്ടോ. കൊള്ളാം, അടിപൊളിയാണ്. ഫിഷൊക്കെ നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് നെഗറ്റീവ് ഒന്നും പറയാൻ മാത്രമല്ല, നല്ല ഫുഡാണ്. അപ്പോൾ ഞങ്ങളിനി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പൂള് കേട്ടോ. നമ്മളുടെ കോട്ടേജ് ഇതാണ്ട് അവിടെയാണ്. നമ്മളെ കോട്ടേജിന് നേരെ അടുത്തായിട്ടാണ് പൂള് വരുന്നത് കേട്ടോ. അടിപൊളി വലിയ പൂളാണ്, ഇൻഫിനിറ്റി വ്യൂ ആണ്.
കാലിക്കറ്റ് എവിടെ? നടുവട്ടം. ഓ, അങ്ങനെ ഇഷ്ടമായോ റിസോർട്ടൊക്കെ? ഇതിലൊക്കെ എൻജോയ് ചെയ്തോ? മോളൊന്ന് കയറിക്കാൽ, നിങ്ങൾ രണ്ടുപേരും ഒന്ന് കയറിക്കേ നോട്ടെ. ഇഷ്ടമായോ? കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ ഇഷ്ടമായോ? റെഡി. കണ്ടോ? അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ കുട്ടികളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് നല്ലൊരു കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കോമ്പൗണ്ടിനകത്താട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഒരു കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ള കുട്ടികളാണ്. ഇതിൽ വെള്ളമുണ്ട് അല്ലേ? മഴ വെച്ച് അഴുക്കുണ്ട്, ചെറിയ പൊടിയുണ്ട് അല്ലേ? ഓക്കെ, ഇനി മോളെ ഊഞ്ഞാലടിക്കേ രണ്ടുപേരും കൂടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇവൻ കയറുന്നില്ല, അത് നോക്കി നിൽക്കാമല്ലോ. പേടിയാണോ? അപ്പോൾ ഇതുണ്ടോ, പിള്ളേരൊക്കെ ഭയങ്കര ഇങ്ങനെ ഹാപ്പിയാണ്. സാധാരണ നമ്മളൊരു ഫാമിലീസൊക്കെ ആയിട്ട് വരുമ്പോൾ കുട്ടികൾക്കുള്ള എന്തെങ്കിലുമൊക്കെ പ്ലേയിങ് ഏരിയ ഉണ്ടോ എന്നൊക്കെ എല്ലാവരും നോക്കാറുണ്ടല്ലേ റിസോർട്ടുകളിലൊക്കെ. അപ്പോൾ ഇവിടെ കുട്ടികൾക്കുള്ള പ്ലേയിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു കോമ്പൗണ്ടിലുണ്ട്. ഇവർ കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ള ഒരു ഫാമിലിയിലെ കുട്ടികളാണ്. നല്ല ഹാപ്പിയാണ് അവർ. ഇഷ്ടപ്പെട്ടോ റിസോർട്ട്? ഹാപ്പിയാണോ? പൂളിലൊക്കെ ഇറങ്ങിയായിരുന്നോ? ഓക്കെ, ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? റിസോർട്ടിൽ ഇങ്ങനെ പോകാറുണ്ടോ ഇടയ്ക്ക് ഫാമിലി ആയിട്ട്? വയനാട്ടിലല്ലേ? ഓക്കെ. മോളെ എത്ര സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്? 6th അല്ലേ? കാലിക്കറ്റ് ഏത് സ്കൂളിലായിരുന്നു? ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മളിവിടുത്തെ കിഡ്സ് പ്ലേ ഏരിയയും പരിചയപ്പെട്ടു. ഇനി നമുക്ക് ഒന്ന് റൂമിൽ ചെന്ന് നമ്മൾ ഫ്രഷപ്പ് ആയിട്ട് നമുക്ക് ഇവിടുത്തെ ഒരു ലനായ് എന്ന് പറയുന്ന ബേസ് കാറ്റഗറി റൂംസ് ഉണ്ട്. ഇതാ ഇവിടെയുണ്ട് കേട്ടോ, ചെറിയ സംഭവമൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടല്ലോ. ഇതാ ഇവിടെ ഇങ്ങനെ കുട്ടികൾക്കുള്ള ചെറിയ കണ്ടല്ലോ. അപ്പോൾ ഇത് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു കിഡ്സ് പ്ലേ ഏരിയ ആണ്. അപ്പോൾ നമുക്കിനി റൂമിലോട്ട് പോകാം അല്ലേ? റൂമിലോട്ട് പോയിട്ട് നമുക്ക് ഫ്രഷപ്പ് ആയിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇവിടുത്തെ ഒരു സ്പായിലാണ് കേട്ടോ. നല്ല ആയുർവേദിക് സ്പായുണ്ട്. ഭയങ്കര ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ വെച്ച് ചെയ്യുന്ന, ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ട്. ലേഡീസ് തന്നെയാണ്, ജെൻസിനാണെങ്കിൽ ജെൻസ് തന്നെയാണ് മസാജിങ് ഒക്കെ. അത് ആയുർവേദിക് സ്പായാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫുൾ ബോഡി മസാജ് ഉണ്ട്, ശിരോധാര, ഹെഡ് മസാജ്, ഫുഡ് മസാജ്, ഫേസ് മസാജ്, അതുപോലെ പിഴിച്ചൽ, ഞവരക്കിഴി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ആയുർവേദത്തിൽ. അതെല്ലാം ഇവിടെ ഭയങ്കര ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സ്പാ സെൻ്ററാണ്. ഇവിടെ ഫുൾ ബോഡി മസാജൊക്കെ 1 hour, 1 മണിക്കൂർ 15 മിനിറ്റിന് 3000 രൂപയാണ് ചാർജ് വരുന്നത്, ഇൻക്ലൂഡിങ് GST അല്ല. GST അതിനകത്ത് ചിലപ്പോൾ എക്സ്ട്രാ ആഡ് ആവും. അതുപോലെ തന്നെ നമുക്ക് ഹെഡ് മസാജൊക്കെ 1300 രൂപയാണ് വരുന്നുള്ളൂ. ഫേസ് മസാജ് 1200 രൂപയാണ് വരുന്നുള്ളൂ. പിന്നെ അതുപോലെ പിഴിച്ചൽ 3700 രൂപ. അപ്പോൾ നിങ്ങൾ ഫാമിലീസൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ, ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്പായൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല റിലാക്സ് ചെയ്ത് നല്ലൊരു ഹാപ്പിനെസ്സോട് കൂടി നിങ്ങൾക്ക് ഈ റിസോർട്ടിൽ നിന്ന് പോകാൻ പറ്റും. അപ്പോൾ ഇത്രത്തോളം ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ വയനാട് വൈത്തിരിയിലെ നല്ലൊരു പ്രീമിയം പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ വൈന ഹില്ലോക്കിൽ വന്ന് സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഫാമിലി പാക്ക് എടുക്കുക. അവിടുത്തെ ഒരു സ്പായൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു ഫീഡ്ബാക്ക് എന്നൊക്കെ. ആ ഒരു ഫീഡ്ബാക്കാണ് നമുക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്ന നല്ലൊരു പ്രചോദനം. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ല ഒരുപാട് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കൂടുതലായിട്ടും മലയാളീസും ഒക്കെ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നിങ്ങൾ വയനാടിൻ്റെ ഒരുപാടങ്ങ് ഉള്ളിലോട്ട് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചുരം കയറി വളരെ അടുത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഭയങ്കര കാത്തിരിക്കുന്നുണ്ടല്ലോ. ഓക്കെ
കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ ലെന എന്ന കാറ്റഗറി. ഓക്കെ, ഹായ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വൈനയിലെ ലെന എന്ന് പറയുന്ന ബേസ് കാറ്റഗറി റൂംസിലാണ് കേട്ടോ. ഇവിടെ ബേസ് കാറ്റഗറിയിൽ 6 റൂംസും ബാക്കി 16 റൂംസ് വരുന്ന ഷാലറ്റ് പ്രീമിയം എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. അപ്പോൾ ഈ 2 റൂംസിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത, ഇവിടെ ലിവിങ് സ്പേസ് വരുന്നുണ്ട്, പക്ഷേ ഇത് റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. നമ്മൾ ഷാലറ്റിൽ കണ്ടത് സെപ്പറേറ്റ് ആയിട്ട് 2 റൂംസ് ആയിട്ടാണ് കണ്ടത് അല്ലേ. പക്ഷേ ഇവിടെയും ലിവിങ് സ്പേസ് ഇത് 2 പേർക്ക് ഇരിക്കാം. TV വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. പക്ഷേ നമ്മൾ അവിടെ കണ്ടത് ലിവിങ് സ്പേസ് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ടാണ് അവർ സ്ക്രീനിലായിട്ടാണ് TV ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാ ഇവിടെയും ചെയറൊക്കെ ഉണ്ട്. ഈ റൂംസും നല്ല അടിപൊളി റൂമാണ് കേട്ടോ. ലെന എന്ന് പറയുന്ന റൂംസും നല്ല ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ്, നല്ല ക്ലാസ് റൂമാണ്. നമ്മൾ ഷാരറ്റിൽ കണ്ടിട്ടുള്ള അതേ ഫെസിലിറ്റി സൗകര്യങ്ങളൊക്കെ ഈ റൂമിൽ വരുന്നുണ്ട്. ബാൽക്കണി ഈ റൂമിനുണ്ട് കേട്ടോ. ഈ റൂംസിൻ്റെ ബാൽക്കണി ഇതാണ്. ഹൈവ കണ്ടോ. ഇപ്പോൾ നമ്മൾ ഷാലറ്റ് റൂമിൽ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുള്ള ഷാലറ്റിലെ ബാൽക്കണി പോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു ബാൽക്കണി ലെനയിലും വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ റൂംസിനും ബാൽക്കണി ഉണ്ട്, ലിവിങ് സ്പേസും ഉണ്ട്. പക്ഷേ ഷാലറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ റൂമാണ്, നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസ് വരുന്നുണ്ട്. പക്ഷേ ഇതിന് അത് വരുന്നില്ല. ആ ഒരു ഡിഫറൻസ് ആണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ വ്യൂ നല്ല ചുറ്റും നല്ല ഫോറസ്റ്റ് വ്യൂ കാര്യങ്ങളൊക്കെയാണ് ബാൽക്കണീൻ്റെ ഒരു വ്യൂ വരുന്നത് കേട്ടോ. ഇതും ഒരു ഫാമിലിക്കൊക്കെ സ്റ്റേ ചെയ്യാനുള്ള അത്രയും നല്ല സൗകര്യമുണ്ട് ഈ റൂമിനകത്ത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഷാലറ്റ് ആൻഡ് പ്രീമിയം റൂം, രണ്ടും തമ്മിലുള്ളൊരു ഡിഫറൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി ബാഗ് ഇങ്ങനെ റെഡിയാക്കി. എനിവേ ഇന്നലെ നല്ലൊരു സ്റ്റേ ആയിരുന്നു കേട്ടോ. വയനാട് വൈത്തിരിയിൽ നമ്മൾ ഒരുപാട് അങ്ങ് ഉള്ളിലോട്ടൊന്നും ട്രാവൽ ചെയ്യാതെ തന്നെ വയനാടിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വൈത്തിരിയിൽ കണ്ണാടിച്ചോല എന്ന് പറയുന്ന സ്ഥലത്തുള്ള വൈന ഹില്ലോക്ക് റിസോർട്ട് സെക്കൻഡ് വിസിറ്റാണ്. ഫസ്റ്റ് ടൈമാണ് പക്ഷേ സ്റ്റേ ചെയ്യുന്നത്. എന്തായാലും നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സൈനു എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സൂപ്പറായിരുന്നു അല്ലേ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു, ഡിന്നറും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ ഒത്തിരി ആക്ടിവിറ്റീസ്, അഡ്വഞ്ചർ ആയാലും ജിംനേഷ്യം, ഹെൽത്ത് ക്ലബ്ബ്, സ്പാ വരുന്നുണ്ട്. നല്ല ആയുർവേദിക് സ്പാ ആണ്, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമൊക്കെയുള്ള സ്പാ ആണ്. പിന്നെ കുട്ടികൾക്കുള്ള എൻ്റർടൈൻമെൻ്റ് ആയാലും ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല ഇൻഫിനിറ്റി പൂളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ബാൽക്കണി, ഇത് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂമാണ്. ഞാൻ ഇന്നലെ വൈകുന്നേരം രാത്രിയായി, ഒരുപാട് ലൈറ്റായി. അപ്പോൾ അതുകൊണ്ട് ബാൽക്കണി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇതിൻ്റെ ബാൽക്കണി കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂംസിൻ്റെ ഒരു ബാൽക്കണി. നമ്മളിങ്ങനെ ഇതിൻ്റെ ഒരു ബാൽക്കണി വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ, ഈ കാണുന്ന ഒരു ഫോറസ്റ്റ് വ്യൂ ആണ്. ഇവിടെ 2 ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്കിങ്ങനെ റിലാക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഇന്നലെ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഇവിടുത്തെ എൻജോയ് ചെയ്തില്ലേ, അത് താഴെ ആയിട്ടാണ് കണ്ടോ. ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങി അത് ആ എൻഡ് വരെ ഉണ്ട് കേട്ടോ. നല്ലൊരു ഫോറസ്റ്റ് വ്യൂ ആണ്. അപ്പോൾ ഇത് ഈ ബാൽക്കണി എന്ന് പറയുന്നത് ഇവിടുത്തെ 2 കാറ്റഗറിയാണ്, ലെനായി, ഷാലറ്റ്. ഈ 2 കാറ്റഗറീസിനും ബാൽക്കണി ഉണ്ട്. ഈ ലിവിങ് സ്പേസ് ലെനായി മോഡൽ ഉണ്ടാവില്ല. ആ ഒരു ഡിഫറൻസ് ആണ് വരുന്നത് കേട്ടോ. റൂംസ് എല്ലാം അറൗണ്ട് സെയിം ആണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കുന്നു മാത്രം. അപ്പോൾ ഇതാണ് ബാൽക്കണി. നമുക്ക് മോർണിംഗിലൊക്കെ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്, വലിയ റൂമാണ്, ഭയങ്കര സ്പീഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഒക്കെയുള്ള വലിയ റൂംസാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ബാഗൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തു. കണ്ടല്ലോ, ഇത് ഭയങ്കര ഒരു ഈ പ്രീമിയം റൂംസിനാണ് ഇങ്ങനെ ഒരു ലിവിങ് സ്പേസ് വരുന്നത്. നല്ല സ്പീഷ്യസ് ആയിട്ട് ഇവിടെ 5-6 പേർക്ക് ഇരിക്കാവുന്നതാണ്. ഒരു ബിഗ് TV ഇവിടെ സ്ക്രീനിലുണ്ട്. നമുക്കിങ്ങനെ ഒരുമിച്ചിരുന്ന് TV ഒക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിക്കാം. അപ്പോൾ നമുക്ക് എന്താ പറയുക, വയനാട് വൈത്തിരി കണ്ണാടിച്ചോലയിലുള്ള നമ്മൾ ഓൾഡ് വൈത്തിരിയിൽ നിന്ന് 1 കിലോമീറ്ററാണ് ഇവിടത്തേക്കുള്ള ഒരു ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ. ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വരാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടി ആയിട്ട് എനിക്ക് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൂട്ടുകാരും ഫാമിലീസായിട്ടും കപ്പിൾസായിട്ടും ഒക്കെ വരാം. ഇവിടുത്തെ ഒരു ഇൻഫിനിറ്റി പൂളായാലും മറ്റുള്ള ആക്ടിവിറ്റീസ് ആയാലും എല്ലാം അടിപൊളിയാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് റൂംസിന് ബുക്ക് ചെയ്യാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും എൻക്വയറീസിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ ഒരു കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണും. അതുപോലെ തന്നെ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ആ നമ്പറിൽ വിളിക്കുക, നിങ്ങൾക്ക് റിസോർട്ട് ബുക്ക് ചെയ്യാനും എൻക്വയറീസിനൊക്കെ വേണ്ടിയിട്ട് ആ നമ്പർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുത്തെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെന എന്ന് പറയുന്ന മോഡൽ 6000 ആണ് കേട്ടോ, ഇൻക്ലൂഡിങ് GST ആണ്. അതിൽ നിങ്ങൾക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു റൂമിൽ 2 അഡൽട്ടും, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ കപ്പിൾസ്, അതിൻ്റെ കൂടെ വരുന്ന 2 ചെറിയ കുട്ടികൾ, ബിലോ 5 ആയിട്ടുള്ള 2-3 കുട്ടികൾ, അതാണ് ഒരു റൂമിൽ ഇവർ അലൗ ചെയ്യുക. അപ്പോൾ നമ്മുടെ കൂടെ എക്സ്ട്രാ ഒരു 1-2 എക്സ്ട്രാ അഡൽട്ടോ അതല്ലെങ്കിൽ എക്സ്ട്രാ 6 to 12 വരുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രൈസ് വരുന്നത്. നമ്മളിപ്പോൾ സ്റ്റേ ചെയ്തിട്ടുള്ള ഷാലറ്റ് എന്ന് പറയുന്ന റൂമിൻ്റെ പ്രൈസ് വരുന്നത് 8000 ആണ്, ഇൻക്ലൂഡിങ് GST. പിന്നെ ഈ പ്രൈസിലൊക്കെ വേരിയേഷൻ ഉണ്ടാവും, കാരണം വീക്കെൻഡ്, വീക്ക് ഡേയ്സ്, സീസൺ, ഇപ്പോൾ ക്രിസ്മസ്, ന്യൂ ഇയർ ഒക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ പ്രൈസിൽ എന്തായാലും വേരിയേഷൻ വരും. ഇതിപ്പോൾ നോർമലി ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൈസാണ് 6000 ആൻഡ് 8000. പിന്നെ ഗ്രൂപ്പ്സ് ഒക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റേറ്റിലൊക്കെ ചെറിയ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ വയനാട് വൈത്തിരിയിലെ വൈന ഹെല്ലോക്ക് റിസോർട്ടിൻ്റെ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക. വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള മനോഹരമായിട്ടുള്ള യാത്രയിൽ നിങ്ങളും കൂടെ വേണം. ഹേ ഗായ്സ്, അപ്പോൾ നമുക്കിനി അടുത്ത അടിപൊളി യാത്രാ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇതിൻ്റെ പുറകിൽ നമുക്ക് ഇനിയും കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് കിട്ടും. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇനി ഇങ്ങനെ മുന്നോട്ടുള്ള യാത്രയിൽ എന്നും നമുക്ക് പ്രചോദനവും സപ്പോർട്ടും ഒക്കെ ആവുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു യാത്രയിൽ അടുത്തൊരു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഔട്ട് ഫ്രം ബഡ്ജറ്റ് ട്രാവൽ ആൻഡ് ഫുഡ് ബൈ സെയ്തു.